ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം മക്കളെ പൊന്നൂസിന് ഉറക്കിയിട്ടുണ്ട്, മിന്നൂസ് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഉമ്മാനെ ഡോക്ടറെ കാട്ടാൻ പറഞ്ഞ ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കാക്കൂൻ്റെ അടുത്തിട്ട് കാണ്ടേ കാക്കൂനോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ലീവ് എടുക്കുകയായിരുന്നു. അപ്പോൾ റിതും ഉണ്ട്, മക്കളൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ നോക്കിക്കോളായിരുന്നു. അപ്പോൾ ഞാൻ അമ്മാനെയും കൊണ്ട് കാണ്ട് ഡോക്ടറെ അടുത്ത് പോവാം കേട്ടോ. അപ്പോൾ നമ്മളെ മാനുക്കാക്കാൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിനി, മാനുക്കാക്ക അന്ന് ബ്രേക്കിന് നിർത്തിയിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ വേറെ ഓട്ടോറിക്ഷയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് പോയൊക്കെ വരട്ടെ ഡോക്ടറെ കാണിച്ചു കാണും. അപ്പോൾ പൊട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചതവാണ്. എന്നാലും ഉമ്മാക്ക് നല്ല വേദനയൊക്കെ ഉണ്ട്. ഇത്താത്ത 2 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പം ഇനിയിപ്പോൾ ഓളെ മണ്ടിച്ചണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് ഞാൻ എന്നെ കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ പെരും വേദന ആകുമ്പോൾ മക്കളെ നമുക്ക് പൊറുതിയാടല്ലേ. അപ്പോൾ പിന്നെ വേഗം ഡോക്ടറെ കൊണ്ടുപോയിക്കാണ്ട് ഒന്നും കൂടിയാണ് കാണിച്ചാൽ വേഗം മാറിക്കോളും. ഉമ്മാൻ്റെ കാര്യങ്ങൾ ഉമ്മാക്ക് നോക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല സുഖമാണല്ലോ അല്ലേ. അപ്പോൾ അതാക്കണ ഓട്ടർഷയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, മുരിങ്ങ താളിച്ചും വെച്ചിട്ടുണ്ട്. കൂട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ, മീൻകാരനും വരാനും ആയിട്ടില്ല. അപ്പോൾ അതാക്കണ പോയി വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ പിന്നെ എത്താ കാട്ടണ്ടേ റിതാ മുഹമ്മദേ? ഞാൻ കുത്തർക്കണ്, ഞാൻ പിന്നെ ചാടി കളിച്ചാൻ വേണ്ടിയത്. ഇജ അങ്ങനെ കളിച്ചണ്ട, ചക്ക മുറിച്ചോണ്ടാ. മുറ്റൊന്നും അടിച്ചു വരി തന്നിട്ടില്ല. ഞങ്ങൾ അടിച്ചു തരാറ്. ഞാൻ ആ ചൂലെടുത്തപ്പോൾ അപ്പങ്ങൾ ഞാൻ അടിച്ചു വരി തരാം, ഞാൻ അടിച്ചു വരി തരാറ്. പക്ഷെ അവസാനം അറിയാം ഇത് അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പല്ലേ ഞാനേ പഴം കിടക്കുന്നായിരുന്നു. ചിന്ന പഴം വേണ്ടാവേ, അത് എടുത്തുകാണ്ടേ ഉയിഞ്ഞോക്കി. ഉയിന്നോ? ഉയിഞ്ഞിക്ക. അപ്പല്ലേ അത് ഏറെ ചപ്പിയായി. ഓയ് അപ്പൊ ഞാനല്ലേ ഓക്കല്ലേ എന്താ കടിച്ചോനെ കളിച്ചാൻ പോവാനും വേണ്ടി കാണും. ഓ മുറ്റടിച്ചു വരും, അതേപോലെ ചക്ക മുറിച്ചരും, ഇങ്ങനത്തെ പരിപാടിയൊക്കെ എടുത്തു തരും കേട്ടോ മക്കളെ. ചേട്ടാ വെച്ചളാ സൈഹ ഫാത്തിമ ഞാനും അടിച്ചു വരിക്കോളാം. ഞങ്ങൾക്ക് കളിച്ചാൻ പോകാനും വേണ്ടി കാണ്ടെന്ന് അടിച്ചു വരി തരല്. ഇതാനേ ഇച്ച് മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് ആ ചൂല അവിടെ ഇട്ട് പോണ പാട്ടിക്ക് പോയിക്കോട്ടോ. പോയിക്കോ അവിടുന്ന്. വാ, ഇന്ന് കളിച്ചാൻ പോകൂല, ഇന്ന് കളിച്ചാൻ പോകൂല. ഇച്ച് അടിച്ചു വരി തന്നിട്ട് കാര്യമല്ല. എന്താടാ ഇജ്ജ് കുട്ടികളെ ഭീഷണിപ്പെടുത്തണ്? യൂണിഫോം ഒന്നു ഇജ്ജ് പോവാ. ടാറ്റാ ടാറ്റാ. ആ പോണോ അതിനെ പിടിച്ചോ ഇവിടെ വന്നോ. ഒരാൾ ഇറങ്ങി പോകണ്ട് കേട്ടോ, കള്ളത്തി. ഇവിടെ വന്നോ ചങ്ങാഴ്ചിന്റെ അടുത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഇവിടെ വാ ഞങ്ങളിപ്പോ പോവും, മഞ്ചേരിക്ക് പോവും. എന്നെ കൊണ്ടുപോവില്ല. എത്ര ഉണ്ണിയാർച്ചന്റെ മാതിരി മുടിയൊക്കെ കെട്ടിക്കണ്. അപ്പൊ മക്കളെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പോൾ ഓൻ ഈ കളിച്ചാൻ പോകാനുള്ള ബദ്ധപ്പാടിലാണ് കേട്ടോ. അതിനാണ് ഇതൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കണം. അല്ലെങ്കിൽ എൻ്റെ കുട്ടി എടുത്തു തരികയൊക്കെ ചെയ്യും കേട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ ബദ്ധപ്പാട് കൂട്ടണതേ കളിച്ചാൻ പോകാൻ. അപ്പം ഞാൻ കളിച്ചാൻ വല്ലാതെ പോവണ്ട പറയും. കാല് വേദന കേട്ടോ, രാത്രിയായാൽ കാല് വേദന അങ്ങനെ പറഞ്ഞ് കരയും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വല്ലാതെ അങ്ങോട്ട് കളിക്കാൻ പോകാനയക്കാത്ത. പിന്നെ ഇനിയിപ്പോൾ SLC ഒക്കെ അല്ലേ, അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ബാക്ക് അടുപ്പിച്ച ചങ്ങായിമാരൊക്കെ ഇപ്പോൾ ഒന്നും വല്ലാതെ കൂട്ടുകെട്ടേ ഒന്നും ബാക്ക് അടുപ്പിച്ചാന്ന് കരുതിക്കാണ്ടാട്ടോ, അല്ല ഒന്നുമല്ല. അപ്പോൾ ഇതാക്കണ് ഷെയ്മോളാണ് രാവിലെ മുറ്റമൊക്കെ അടിച്ചു വരല്ലോ കേട്ടോ. ഓളെ അടിച്ചു വരിയിട്ടില്ലെന്ന്. ഞാൻ മുറ്റത്തേക്ക് ചൂലും കൊണ്ടുകൊണ്ട് ചെന്നോടുകൂടി ഞാൻ അടിച്ചൊരു തരം മാറിന് ഓള് വാങ്ങിയിട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ രാവിലെ മിന്നും പൊന്നും എണീറ്റപ്പോൾ പിന്നെ ഓല അപ്പിടലും നന്നാക്കലൊക്കെ ആയപ്പോഴേ പിന്നെ ആ മുറ്റത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇത് പറയാം ഞാൻ മുറ്റം അടിച്ചു തരമ്മ, ചക്കക്കൂട്ടാനും വെക്കല്ലോ. ഞാൻ വരുമ്പോഴത്തേനും നിങ്ങൾ ചക്കക്കൂട്ടാൻ വെക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ നല്ല തീർപ്പതി കേട്ടോ. അന്ന് നമ്മളൊരു തുള്ളിയല്ലേ ചക്ക വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇട്ടാൻ നോക്കിയപ്പോൾ അത് പഴുത്തുക്കണ് കേട്ടോ, വാടി പഴുത്തുക്കാണ് മക്കളെ. അപ്പോൾ ഞാൻ ഓനോട് അറിയിച്ചിൻ്റെ കോഴിക്കൂടെ ഒന്ന് നന്നാക്കി തരടാ, ആ കമ്പിയും കൊളുത്തൊന്നും വെച്ചുകാണ്ട് ഉഷാറാക്കി കൊണ്ടാറിന്. എന്താ വെച്ചാൽ നമ്മളെ മറ്റേ 2 കോഴികൾ പോയില്ല. ഇനി ആ ചമ്മക്കനും കുഞ്ഞിപ്പൊടി കോഴിക്കുട്ടി ഉണ്ട് കേട്ടോ. ഞാൻ പറയാം കാക്കൂനോട് ആർക്കേലും കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് വേണ്ട
വേണ്ടാറ്. എന്താ വെച്ചാൽ അതൊക്കെ ഇങ്ങനെ പോയാൽ നമുക്കൊരു പൊറുതിയാടല്ലേ. ഇങ്ങനെ എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ വളർത്തി ഉണ്ടാക്കണമൊക്കെ. ഒരുപാട് കോഴിക്കളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇതിൻ്റെ ആ ഫസ്റ്റ് ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, മുട്ടയൊക്കെ വിത്തറാതെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് നോക്കി മക്കളെ ഒന്നും ഇല്ലാതായി. ഏതായാലും ഓൻ ആ കമ്പിയും കൊളുത്തൊക്കെ വെച്ചെന്ന്. പിന്നെ അത് ആ മോളത്തെ കണ്ടില്ലേ വേസന്മാരെ പല്ലിങ്ങനെ ആടണ പോലെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞത് നന്നായിട്ട് ആമർ കൊണ്ട് തട്ടി മേടിയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു മെല്ലെ മേടിട്ടടാ ഒന്നായിട്ട് പൊളിഞ്ഞാടും. എന്തായാലും ഒരു കോഴിക്കൂട് വാങ്ങണം കേട്ടോ. കുറേ കാലം അതിൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹമാണ് ഒരു കോഴിക്കൂട് വാങ്ങാൻ. പണ്ടത്തെ മാതിരി 500-നോ 1000-നൊന്നും കോഴിക്കൂട് കിട്ടൂല മക്കളെ. 2000 3000 ഒക്കെയാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇൻഷാ അല്ലാഹ് ഒരു കൂട്ടി വെച്ച് കണ്ട് നമുക്കൊരു കോഴിക്കൂട് വാങ്ങണം. എന്നിട്ട് കുറച്ച് കോഴിക്കളൊക്കെ വാങ്ങണം കേട്ടോ. എനിക്ക് ഭയങ്കര തൃപ്പതിയുള്ള കാര്യം. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ടാവില്ല അല്ലേ, അതേപോലെ കേട്ടോ. കോഴിക്കളിങ്ങനെ കുറേ പെറ്റ് പെരുകി ഉണ്ടാവണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുട്ട ഉണ്ടാവുമല്ലോ, നമ്മളെ മക്കൾക്ക് നല്ല നാടൻ മുട്ട കൊടുത്തൂടെ. നമ്മളെ കറമ്പിക്കോഴി പോയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. എന്താ വെച്ചാൽ ആകെ പെരയിലുണ്ടായിരുന്ന ഒരു മുതലേ ഇനി അതിൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങോട്ടേക്ക് കടിച്ച് മുറിച്ചിട്ടിക്കണം. മെരുവാണ് തോന്നുന്നു കേട്ടോ മക്കളെ, കുറുക്കന്മാരൊന്നല്ല. അപ്പോൾ അതാക്കണം നമ്മളെ റിതു എല്ലാം സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മുന്നിക്ക് പോയോക്കട്ടെ കേട്ടോ. മക്കളെയൊക്കെ ആ പുറത്തേക്ക് ഇറക്കി. ഇനി ആദ്യമായിട്ടാണ് മിന്നുവിനും പൊന്നുവിനും പുറത്തേക്ക് ഇറക്കണം. മക്കൾ പറഞ്ഞ് വിചാരിച്ച നടക്കുന്നുണ്ടമ്മ ഒന്ന് മുറ്റത്തേക്ക് ഇറക്കാറിന്. ഓല് നടക്കണമൊന്നുമില്ല കേട്ടോ, മുട്ടുത്തുകയാണ് ഒക്കെപ്പാടെ കല്ലും മുള്ളൊക്കെ കണ്ടിട്ട്. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.